وكان سفيان الثوري رحمه الله تعالى يقول മഹാനവറുകൾ പറയുമായിരുന്നു എന്ത് അൽ ബുക്കാഉ അശറത്തു അജ്സാഇൻ 10 ഇനം കരച്ചിലുകളുണ്ട് 10 ജുസുക്കൾ കൂടിയതാണ് കരച്ചിൽ 10 ഭാഗമുണ്ട് 10 അംശങ്ങളുണ്ട് കരച്ചിലിന് വവാഹിദുൻ മിൻഹാ ലില്ലാഹി തആല ഈ 10 ഇനം കരച്ചിലുകൾ ഒരു ഇനം അല്ലാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ് ബാക്കിയുള്ളത് മുഴുവൻ ലോകമാന്യതയാണ് ലോകർക്ക് മുന്നിൽ അഭിനയിച്ച് കരയുക എല്ലാം നഷ്ടപ്പെട്ടതിന്റെ മേലുള്ള വിലാപ കരച്ചില് ദുഃഖത്തിന്റെ കരച്ചില് ഇതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കരച്ചിലാകുമ്പോഴേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ فإذا ذلك الجزء الذي لله تعالى في السنة مرة واحدة نجا صاحبه من النار إن شاء الله تعالى സുഫിയാൻ സൗരി തങ്ങൾ പറയുന്നു അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഈ ഭാഗമാവുന്ന കരച്ചിൽ വർഷത്തിൽ ഒരു വട്ടമെങ്ങാനും വന്നു കഴിഞ്ഞാൽ ആ കരഞ്ഞ വ്യക്തി ഇൻഷാ അള്ളാഹ് നരകത്തിൽ നിന്ന് മോചിതനാണ്. അപ്പൊ നരകത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ കരയണം, അള്ളാഹുവിന് വേണ്ടി കരയണം. അപ്പോഴേ നരകമോചനം കിട്ടുകയുള്ളൂ. എപ്പോഴും കരയണ്ട, വർഷത്തിൽ ഒരിക്കൽ കിട്ടിയാൽ മതി എന്നാണ്. ഇത് പറഞ്ഞപ്പോൾ അതിന് വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഷെഹ്റാൻ ഇമാം പറയുന്നു, കുൽത്തു ഞാൻ പറയുന്നു, ലാ യക്മുലു മഖാമുർ റജുലി ബിൽ ബുക്കായി ഇല്ലാ ബി ബുക്കായി ഐനി വ ഖൽബിഹി. ഒരു മനുഷ്യൻ, ഒരു ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ കരച്ചിന്റെ സ്റ്റാൻഡേർഡ് പരിപൂർണമാവുകയില്ല. അദ്ദേഹത്തിന്റെ 2 നയനങ്ങളും അദ്ദേഹത്തിന്റെ ഹൃദയം രണ്ടും കരയണം. അപ്പൊ 2 കണ്ണും കരയണം, ഖൽബും കരയണം. ഈ കരച്ചിൽ കൊണ്ട് മാത്രമേ അയാളുടെ പരിപൂർണതയിലേക്ക് എത്തുകയുള്ളൂ. അമ്മൽ ബാക്കി ബിഅഹദിഹിമാ നാഖിസുൻ ലാ സിയമാ ഇൻ കാനു അത്ബാഇൻ. അപ്പോ കണ്ണ് കരയുന്നു, കൽബ് കരയുന്നില്ല, കൽബ് കരയുന്നു, കണ്ണ് കരയുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് കരയുന്ന വ്യക്തി അയാൾ പരിപൂർണനല്ല, ന്യൂനതയാണ്. അയാൾ കരയുക എന്ന സ്റ്റാൻഡേർഡിൽ ഉയർന്നവനല്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് അണികളുണ്ടെങ്കിൽ ഒരിക്കലും പരിപൂർണനായിട്ടില്ല. കാരണം എന്താ? അവന്റെ അണികൾ ഈ ഷെയ്ഖ് കരയുമ്പോൾ കൽബ് കൊണ്ട് കരയുകയാണെങ്കിൽ ആ കരച്ചിൽ ആർക്കറിയാൻ കഴിയൂല, രുചിക്കാനും മനസ്സിലാക്കാനും ആരെ കൊണ്ട് കഴിയില്ല, തന്റെ അണികളെ കൊണ്ട് കഴിയൂല. അങ്ങനെ വന്നപ്പോ നിർബന്ധമായും കണ്ണിലേക്ക് ആ കരച്ചിൽ, കണ്ണുകൊണ്ടുള്ള കരച്ചിലേക്ക് അയാൾ ആവശ്യമായി വരും. അപ്പൊ കൽബ് കരയുന്നതോടുകൂടി തന്റെ അണികൾ കൂടി മനസ്സിലാണ് കരച്ചിൽ. അപ്പൊ അങ്ങനെ കൽബ് കരഞ്ഞുകൊണ്ട് കണ്ണ് കരയണം. വൈകാല മക്കാമു കതിർത്തക്കാലം. ഇതിനെയും എത്രയോ വിട്ടുയർന്ന പദവിയിലാണ് ഈ ശേഖെങ്കിലും കൽബ് കരയുന്നുണ്ട്, ഉന്നതനാണ്. എന്നിരുന്നാൽ പോലും അണികൾ ഉണ്ടെങ്കിൽ അണികൾ കൂടി അത് ബോധ്യമാവുന്ന വിധമാവണമെങ്കിൽ കണ്ണിലൂടെ കരച്ചിൽ വരേണ്ടതുണ്ട്. അപ്പൊ 2ഉം കൂടുമ്പോൾ എന്താവുകയുള്ളൂ? പൂർണ്ണാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുകൊണ്ട് കരയുകയാണെങ്കിൽ അപൂർണനാണ്, പൂർണ്ണമായിട്ടില്ല എന്ന്. ഇങ്ങനെയെല്ലാമാണ് കരയുന്ന കാര്യത്തെ കുറിച്ചുള്ള മഹാന്മാരുടെ ചർച്ചകൾ. അല്ലാഹു തആല അഅലം. എല്ലാം അറിയുന്നവൻ അള്ളയാണ്. നമുക്കറിയുന്നൊക്കെ നമ്മൾ പറഞ്ഞു. وقد بكى رجل رياء بمجلس ശിലത്ത് ബിൻ അശിയമ. ശിലത്ത് ബിൻ അശിയം എന്ന് പറയുന്ന മഹാന്റെ സദസ്സിലിരുന്നു കൊണ്ട് ലോകമാന്യത്തിന് വേണ്ടി ഒരാൾ കരഞ്ഞുപോയി. വഹൈവഹുന്നാസും. ഇയാളെ കരച്ചിൽ കണ്ടിട്ട് ആ കരച്ചിലോടുകൂടി ജനങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിനോട് അലിവ് തോന്നി, ദയ തോന്നി. അങ്ങനെ ഉണ്ടല്ലോ, ഒരു മനുഷ്യന്റെ കരച്ചിൽ കാണുമ്പോൾ ഹൃദയ അലിവുള്ളവർക്ക് കരുണ തോന്നിപ്പോകും. ഇത് തോന്നിയപ്പോൾ ഫഖീലഹു ബിൽ മനാമി, ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിനോട് പറയപ്പെടുകയുണ്ടായി, അയാൾ മരിച്ചുപോയി. അപ്പൊ അയാളോട് പറയപ്പെടുകയാണ്, ഖുദ് അജ്റ ബുകായിക മിമ്മൻ അഹബബ്ത അൻ യറാക ബാക്കിയൻ. നീ കരയുന്നവനായിട്ട് നിന്നെ കാണണം. അതാരൊക്കെ കാണണം? നീ ഇഷ്ടപ്പെട്ടുവോ അവരുടെ അടുത്ത് പോയിട്ട് നീ കരഞ്ഞതിന്റെ കൂലി വാങ്ങിക്കോ, ഞാൻ തരില്ല. അപ്പൊ ലോകമാനത്തിന് വേണ്ടി കണ്ണീര് പൊഴിച്ചാൽ ആ കണ്ണീരിന് വിലയില്ല, അതിന്റെ കൂലി അല്ലാഹ് തരില്ല. ആർക്ക് വേണ്ടിയാണോ കരഞ്ഞത്, ആര് കാണാൻ വേണ്ടിയാണോ കരഞ്ഞത്,
അവിടെ ഇഷ്ടം നേടിയിട്ടുണ്ടെങ്കിൽ നീ അവിടെ പോയി കൂലി വാങ്ങിക്കോ എന്ന് പറയുന്ന. അപ്പൊ കൂലി കിട്ടുന്ന കരച്ചിൽ വേണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ലോകമാന്യത്തിനും പ്രശസ്തിക്കും വേണ്ടി കരഞ്ഞാൽ അള്ളാഹ് കൂലി തരില്ല. ഇനി വകാന സുമൈത്ത് ബിൻ അജ്ലാൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, സുമൈത്ത് എന്ന് പറയുന്ന മഹാൻ പറയുന്നു, കാന സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ടവർ ഇദാ ബക്കാ മൂപ്പര് കരയുകയാണ് എങ്കിൽ യുറദ്ദിദുദ്ദം ആവി ഐനിഹി, തന്റെ കണ്ണിലേക്ക് കണ്ണുനീരിങ്ങനെ മടക്കിക്കൊണ്ടേയിരിക്കും. കരയും. അപ്പൊ കണ്ണുനീര് ആ കണ്ണിലേക്ക് തന്നെ മടക്കുകയാണ്. എന്നിട്ട് വയഖൂലു, അങ്ങനെ സുഫിയാൻ ബിൻ ഉയൈന തങ്ങൾ പറയുന്നു, ഇന്നഹു അബ്ഖാരിൽ ഖമദ്, മനസ്സിലെ വിഷമത്തെയും മനസ്സിലെ പ്രയാസത്തെയും അതിങ്ങനെ അവശേഷിപ്പിക്കും. അപ്പൊ ആ കരച്ചിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ, കണ്ണുനീര് ഇങ്ങനെ മടക്കി മടക്കി വിട്ടാൽ ആ ഒരു വിഷമത്തിനെയും മുഷിപ്പിനെയും ദുഃഖത്തെയും അത് അവശേഷിപ്പിക്കും. അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹിനോർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അള്ളാഹിനെ പേടിച്ച് വിഷമത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ കണ്ണുനീര് കണ്ണിലേക്ക് തന്നെ മടക്കിക്കൊണ്ടേയിരിക്കുന്ന. ഇങ്ങനെയാണ് സുഫിയാൻ ബിൻ ഉയൈന തങ്ങൾ കരഞ്ഞത്. എന്നാൽ ഇസ്ലാമിന്റെ 5ാം ഖലീഫയായിട്ട് എണ്ണാൻ പറ്റുന്ന താബിയിലെ പ്രമുഖനായ വകാന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ടവരായിരുന്നു, ഇദാ ബക്കാ മൂപ്പര് കരയുകയാണ് എങ്കിൽ ബക്കത്ത് സൗജത്തുഹു വഇയാലുഹു വഖദമുഹു, മഹാൻ കരയുമ്പോൾ തന്റെ മണവാട്ടി കൂടെ കരയുന്നു, തന്റെ മക്കൾ കരയുന്നു, തന്റെ സേവകന്മാരും ജോലിക്കാരും കരയുന്നു. ഇതായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആലയുടെ കരച്ചിന്റെ സ്വഭാവം. എല്ലാവരും കരയുന്നു. വലാ യദ്റൂന ലിമദാലിക്കൽ ബുക്കാ, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ എന്തിനാണ് കരയുന്നത് ആർക്കും അറിയൂല. ഓലും കൂടെ കരഞ്ഞു പോവുകയാണ് മൂപ്പരെ കരച്ചിൽ കണ്ടിട്ട്. വകാല സാലിഹുൽ മുർരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, അദ്ദുനൂബു തത്മുസു അൽ ഖുലൂബ, പാപങ്ങൾ എന്ന് പറയുന്ന സാധനം കൽബിന്റെ അകത്തളത്തിലുള്ള ആ കൽബിനാകെ മൂടിപ്പൊതിയും. അപ്പൊ പ്രഭയുണ്ടാവുകയില്ല, കൽബ് ശുദ്ധമാവുകയില്ല, പാപങ്ങളെ കൊണ്ട് കറഞ്ഞിരിക്കും, കറപുരണ്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് വേണം? ഹൃദയത്തെ ശുദ്ധീകരിക്കണം. വലാ യുസീറു ദാലിക, കൽബിന്റെ അകത്ത് അടിഞ്ഞുകൂടിയ ഈ കറകൾ നീക്കിക്കളയാൻ കഴിയൂല. ഇല്ലൽ ബുക്കാവ്, കരച്ചിലല്ലാതെ നമുക്ക് കരയണം. തെറ്റ് ചെയ്തതുകൊണ്ട് വളരെ സങ്കടപ്പെട്ട് കരയണം. അങ്ങനെ കരഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നുകൂടിയതായിരിക്കുന്ന കറകൾ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ പാപമാവുന്ന കറയെ, കൽബാകുന്ന വസ്ത്രത്തെ വളരെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന, കറ നീക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് കരച്ചിൽ. അപ്പൊ ഹൃദയം തട്ടിക്കൊണ്ട് കരഞ്ഞാൽ ആ പാപം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മഹാനവറുകൾ ശുഐബ് എന്നവർ കരഞ്ഞു. ആരുടെ സദസ്സിലാ കരയുന്നത്? ഫീ മജ്ലിസ് താഊസ് റഹിമഹുല്ലാഹു തആല, മഹാനവർ താഊസിന്റെ സദസ്സിലാണ് കരയുന്നത്. അതാബുക്കന്നാസ്, മൂപ്പര് കരഞ്ഞപ്പോ സദസ്സിലുള്ള എല്ലാവരും അങ്ങ് കരഞ്ഞുപോയി. ആ നിലക്കങ്ങ് കരഞ്ഞു. അങ്ങനെ അങ്ങനെ മൂപ്പര് വിചാരിക്കുകയും ചെയ്തു, എന്തോ വലിയൊരു കാര്യം മൂപ്പര് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ധരിക്കുകയും ചെയ്തപ്പോൾ സദസ്സിലാരാണ്? താഊസ് എന്നവരാ. അപ്പൊ വഖാലഹു താഊസ് റളിയല്ലാഹു തആല അൻഹു ശുഐബയോട് പറഞ്ഞു, ഇഅ്ലം യാ അഖി, എന്റെ സഹോദര നീ അറിയണം. എന്ത്? അന്നഹു ലൗ ബക്കാ മഅക അഹ്ലുസ് സമാഇ വഅഹ്ലുൽ അർളി, ഭൂമി ലോകത്തുള്ള സർവരും ആകാശലോകത്തുള്ള എല്ലാ പടപ്പുകളും നിന്റെ കൂടെ കരയുകയാണ് എങ്കിൽ, എന്തിനു വേണ്ടി? ലി അജലി ദംബിൻ വാഹിദിൻ ഫഅൽതുഹു, നീ ചെയ്തു കൂട്ടിയ ഒരു പാപം, എല്ലാ പാപങ്ങളല്ല ഒരു പാപം, നീ ചെയ്തതായ ഒരു പാപത്തിന് വേണ്ടി ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ള സർവരും നിന്റെ കൂടെ കരഞ്ഞാൽ ലകാന ദാലിക ഖലീല, അത് വളരെ കുറച്ചേ ആകുള്ളൂ. താങ്കൾ സദസ്സിലിരുന്ന് കരഞ്ഞപ്പോ ജനങ്ങൾ മുഴുവൻ കരഞ്ഞു.
അങ്ങനെ കരഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നിയതെന്താണ്? വല്ലാത്തൊരു കരച്ചിൽ എന്നല്ലേ? ഇല്ല, നിങ്ങൾ മനസ്സിലാക്കൂ കരച്ചിന്റെ പുണ്യം. ഒരു തെറ്റ് നിങ്ങൾ ചെയ്ത കാരണം ഭൂമിയിൽ എത്ര കോടി ജനങ്ങളുണ്ട്, എത്ര കോടി സൃഷ്ടിജാലങ്ങളുണ്ട്, ആകാശ ലോകത്തും കോടിക്കണക്കിന് മലായിക്കത്തുണ്ട്. ഇവരെല്ലാവരും കൂടി കരഞ്ഞാലും കരച്ചിൽ കുറച്ചേ ആവുകയുള്ളൂ എന്ന്. അപ്പൊ നീ എങ്ങനെ ധരിച്ചു വെക്കും? എന്ത്? അന്നദുനൂബക്ക, നിശ്ചയമാടും നിന്റെ പാപങ്ങൾ, തുംഹി അത് മായ്ച്ചു കളയുന്നതാണ്. ഈ ബുക്കായിക്ക വായതക്ക, നീ ഒറ്റക്കുള്ളതായി നിന്റെ കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിലിനെ നിന്റെ പാപങ്ങൾ ഇങ്ങനെ മായ്ച്ചു കൊണ്ടേയിരിക്കും. അവൻ ധരിച്ചു വെച്ചൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? അതാണ് താഊസ് റളിയല്ലാഹു തആല അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത്. അപ്പൊ കരയുമ്പോ കൂടെ കരയാൻ ആളൊക്കെ ഉണ്ടാകും, പക്ഷെ കരച്ചിൽ കുറച്ചേ ആവുകയുള്ളൂ. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ മുഴുവനും ഒറ്റയ്ക്കിരുന്നാൽ നമുക്ക് കരയാൻ കഴിയൂല. കൂട്ടത്തിലിരുന്ന് കണ്ട് നമ്മളെല്ലാവരും കരയിപ്പിക്കും, അത് ശരിയല്ല. മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല മഹാനവരോട് ചോദിക്കപ്പെട്ടു. മാലിക് ബിൻ ദീനാർ തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, എന്ത്? ഖുർആൻ, ഞങ്ങൾ താങ്കൾക്കൊരു ഓത്തുകാരനെ കൊണ്ടെന്ന് വരട്ടെ. യുസ്മിഉക്കൽ ഖുർആന, ആ താങ്കൾക്ക് ഖുർആനെ കേൾപ്പിച്ചു തരും. അങ്ങനത്തെ ഒരു ഓത്തുകാരനെ താങ്കളുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരട്ടെയോ എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി. ഫഖാല സഖിലു ലാ തഹ്താജു ഇലാ നഇഅത്തിൻ, ഉമ്മയില്ല നഷ്ടപ്പെട്ടു പോയ ആ ഒരു പെണ്ണ്, അവൾ ശബ്ദിക്കുന്നതിലേക്ക് ആവശ്യമാവുകയില്ലല്ലോ. ഓർക്കിഞ്ഞെന്ത് ശബ്ദം, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അങ്ങനെ നഷ്ടപ്പെട്ടവർ ഒരു അട്ടഹസിക്കുന്നതിലേക്ക് എന്താവശ്യമുള്ളത് എന്നതുപോലെ നമുക്കിപ്പോ ഖുർആൻ കൊണ്ടുവന്നത് എന്തുപകാര, നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടില്ലേ? വളരെ വിനയത്തോടുള്ളൊരു വാക്കാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫഖാല അല്ലാഹു റഹിമഹുല്ലാഹു തആല യബ്കി കുല്ല അശിയ, എല്ലാ വൈകുന്നേര സമയത്തും മഹാൻ കരയും. അത്തായി ബോധരഹിതനായി വീഴുന്നത് വരെ കരയും. എന്നിട്ട് വയഖൂലു, മഹാൻ പറയും, ഇന്നി ലാ അദ്രി മാ സഇദൽ യൗമ മിൻ അമലി അൽ ഖബീഹു ഹൽ ഗഫറ ലി ഔ ഹുവ ബാഖിൻ ബി സഹീഫതി അതാഖിഫ അലി ഗദൻ. ഇതാ ചിന്തിച്ചത്. ബോധരഹിതനായി വീണിട്ട് പിന്നെ ബോധം തെളിയുമ്പോൾ മഹാൻ പറയുന്നത്, എന്നീ നിശ്ചയമായിട്ടും ഞാൻ ലാതിരി, എനിക്കറിയൂല, മാ സഇദൽ യൗമ, ഇന്നേ ദിനത്തിൽ എന്താ കേറിപ്പോയത്, വാനവലോകത്തേക്ക് മുൻ അമലി, എന്റെ കർമ്മത്തിൽ നിന്ന് അൽ ഖബീഹു, വടക്കായതാണോ കേറിപ്പോയത്, എനിക്കറിയൂല. അങ്ങനെ വടക്കായത് കേറിപ്പോയപ്പോൾ ഹൽ ഗഫറ ലി, റബ്ബുൽ ഇസ്സത്ത് ആ പാപം എനിക്ക് പുറത്തു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയൂല. അതോ ഔ ഹുവ ബാഖിൻ ബി സഹീഫത്തി, എന്റെ കർമ്മങ്ങൾ എഴുതി വെക്കുന്ന ഏട്ടിൽ ആ പാപം അവശേഷിക്കുന്നുണ്ടോ എന്നും എനിക്കറിയൂല. അങ്ങനെ അതൻ, നാളെ ആ ഒരു തെറ്റിന്റെ മേലിൽ നാളെ ഞാൻ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ഇതോർത്തുകൊണ്ടാണ് മഹാനവറുകൾ ബോധരഹിതരായി വീഴുന്നത്. എപ്പോഴും ചിന്ത, നാളെ പാരത്രിക ലോകം, അവിടുത്തെ വായനകൾ, അവിടുത്തെ ഹിസാബുകൾ, വിചാരണകൾ, ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് അവർ കണ്ണീർ പൊഴിക്കുന്നത്. വകാന മഖൂൽ ദിമസ്ഖി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇദാ റഅയ്തും അഹദൻ യബ്കി, നിങ്ങൾ ആരെങ്കിലും കരയുന്നതായിട്ട് കണ്ടാൽ ഫബ്കൂ, നിങ്ങളും കരഞ്ഞോളേയും. വലാ തظنوا ബിർറിയാ, നിങ്ങൾ അതുകൊണ്ടൊരിക്കലും ധരിച്ചു പോകരുത് എന്ത്, ലോകമാന്യത്തെ. ലോകമാന്യത ഒരിക്കലും നിങ്ങൾ കണ്ടാൻ പാടില്ല. ഫഇന്നീ ളനതു ദാലിക മറത്തൻ ബിറജുലിൻ, ഒരാൾ കരഞ്ഞപ്പോ അയാളെപ്പറ്റി അയാൾ കരയുന്നത് ലോകമാന്യത്തിന് വേണ്ടി കരയുന്നു എന്നൊരൊറ്റ കാരണം ഞാൻ എന്തായെന്നറിയാമോ, ധരിച്ചു വെച്ചു. അങ്ങനെ വന്നപ്പോൾ അല്ലെങ്കിൽ
അങ്ങനെ എനിക്ക് തടയപ്പെട്ടിരിക്കുകയാണ്. ആ കരച്ചിലിനെ സനത്തൻ, ഒരു കൊല്ലത്തെ കരച്ചിൽ എനിക്കെന്തായി തടയപ്പെട്ടു. എന്താ കാരണം? ഞാൻ ആ മനുഷ്യനെ കൊണ്ട് തെറ്റായ ഒരു ധാരണ വെച്ചുപോയി. അത് പാടില്ല. അപ്പൊ ഒരാൾ കരയുമ്പോൾ അയാൾ ലോകമാനത്തിന് വേണ്ടി കരയുന്നു നമ്മൾ ധരിക്കണ്ട, നിങ്ങൾ കരഞ്ഞോളൂ എന്നർത്ഥം. അങ്ങനെ ആകത്തുക പറയട്ടെ, അപ്പോൾ അറിയപ്പെട്ടുപോയി എന്ത്? അന്ന കുല്ലമനിദ്ദ സ്വലാഹ്, നന്മയാണ്, ഞാൻ നല്ലവനാണ്, എന്നിൽ നന്മയുണ്ട് എന്ന് വാദിക്കുന്ന എല്ലാവരും വലം യബ്കി ബിഖൽബിഹി, താൻ ഒരിക്കലും തന്റെ ഹൃദയം കൊണ്ട് കരഞ്ഞിട്ടില്ല. അപ്പോ ഇന്ദ സമാഇൽ ഖുർആൻ, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ കേൾക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ട് കരഞ്ഞിട്ടേ ഇല്ല. നല്ല ആളാന്ന് വാദിക്കുന്നുണ്ട്, പക്ഷേ ഖുർആൻ കേൾക്കുമ്പോ ഒരു വേദന വേണം, മനസ്സിലൊരു കിടുകിട വിറക്കല് വേണം. ഒരു കരച്ചിലുണ്ടായിട്ടില്ല എങ്കിൽ വഹുവ കാദിബുൻ, ഇവൻ പറഞ്ഞത് കളവാണ്, ഇവൻ സത്യവാനല്ല. എന്താ കാരണം? ലിഅന്ന ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ഒരു കടുകട്ടി, മോശമായ ആ ഹൃദയം, തുനാഫി അഖ്ലാഖസ് സ്വാലിഹീന, നല്ലവരായ ആളുകളുടെ സ്വഭാവങ്ങൾക്ക് എതിരായി നിൽക്കും, അതിന് വിരുദ്ധമാണ് ഇത്തരം മോശമായ ഹൃദയം. ഫഅലം ദാലിക, ഇത് ഞാൻ പറഞ്ഞത് ഇനി ആലോചിച്ചൊക്കെ ശരിയല്ലേ? വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ഇസ്സത്തിനാണ്, സർവ്വലോക രക്ഷിതാവായ അല്ലാഹ്ക്കാണ് സർവസ്തോത്രം. എത്ര മഹത്വമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ നമ്മുടെ ജീവിതം, നമ്മുടെ അവസ്ഥകൾ എന്താകുന്നു ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹു നമുക്ക് നന്മയേകട്ടെ. മഹാരഥന്മാരുടെ മറ്റു സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? അവർ നശിക്കും എന്ന് അവർ ശരീരത്തെ കുറിച്ചുള്ള വിചാരണം. അവർ തന്നെ ചെയ്യുന്നു, അനുമാനിക്കുന്നു എന്നല്ല, അവർ ധരിച്ചു വെക്കുന്നു. ബിനഫ്സിൻ, അവരുടെ ശരീരം കൊണ്ട് അല്ല ഹലാക്ക, നാശത്തിന്. ഈ ശരീരം നശിക്കാനുള്ളതാണ്. അള്ളാഹു തആല കർമ്മങ്ങൾ ചെയ്തു, അള്ളാഹു കേട്ടു, ത്വാഅത്തുകൾ ചെയ്തു. ആ ത്വാഅത്തിൽ വന്നതായിരിക്കുന്ന വീഴ്ചകളുണ്ട്. ആ വീഴ്ച വരുത്തത് കാരണം നമ്മൾ നശിക്കും, സ്വന്തം ശരീരം നശിച്ചു പോകുമെന്ന് അവർ ധരിക്കുന്നു. ഒന്നുകൂടി കേറി പറയട്ടെ, തെറ്റുകളിൽ അവർ സംഭവിക്കുമ്പോൾ ആ സംഭവിക്കുന്നതിനെ കുറിച്ചും നാശത്തെക്കുറിച്ചും അവർ ഭയക്കുകയാണ്. അവരുടെ നാശത്തെക്കുറിച്ച്, സ്വന്തം ശരീരം നശിക്കുകയാണെന്ന് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴും അവർക്ക് നല്ലൊരു ചിന്തയാണ്. എന്നിട്ട് അവർ പറയുകയും ചെയ്യും, അല്ലാഹു തആലയിലുള്ള ആഗ്രഹം എന്ത്? ആ പാപങ്ങളെ തൊട്ട് അല്ലാഹു തആല മാപ്പ് നൽകുക എന്നുള്ളതാണ് അല്ലാഹുവിനുള്ള ആഗ്രഹം. ആ സംഗതി അത് കിട്ടിയതാണ്, കിട്ടിയതായിരിക്കുന്നതിന് ഒന്നിനും കൂടി കിട്ടല്, അത് ശരിയല്ലല്ലോ, അതിനാവശ്യമില്ലല്ലോ എന്നാ പറയുന്നത്. മാപ്പ് മോചനം അല്ലാഹു തആല നൽകുമെന്ന് ആഗ്രഹിക്കുന്നു, മാപ്പ് നൽകുമെന്ന്. ആ മാപ്പ് ഉള്ളതാണ്, അതുകൊണ്ട് അതിനൊന്നുകൂടി കരസ്ഥമാക്കുക. ഇതിനാവശ്യം എന്താണ്? ഇതൊന്നും ഒരു ചിന്തിക്കുന്നില്ല. ഓര് ചിന്തിക്കുന്നത് പടച്ചോന് ഇഷ്ടമില്ലാതൊരു കർമ്മം ചെയ്തോ ഇല്ലേ, ഇത് ഓർത്തുകൊണ്ട് അവരുടെ ശരീരം നശിക്കുമെന്ന ധാരണയാണ് അവർക്കുള്ളത്. ഇവർ ഒരാളുടെ ധാരണയുടെ കാരണം, ആ കാര്യം എന്താ അറിയോ? അന്നല്ലാഹു തആല യുആഖിദുഹു അലൻ നഖീരി വൽ ഖിത്മിയർ, ഏത് വലിയ വസ്തുവായാലും ഏത് നിസ്സാര വസ്തുവാണെങ്കിലും അതിന്റെ മേലിലൊക്കെ അള്ളാഹു അവനെ പിടിച്ച് ശിക്ഷിക്കും എന്നൊരു ധാരണ അവർക്കുണ്ട്. ശരി തന്നെയല്ലേ? എന്തിന്? അന്ത്യദിനത്തിൽ വിചാരണയ്ക്ക് വേണ്ടി അള്ളാന്റെ മുന്നിൽ അവനെ നിർത്തണം. ആ നിർത്തുന്നത് അള്ളാഹു ലഘുവാക്കുവാൻ വേണ്ടിയിട്ട് അവനെ പിടിച്ച് ശിക്ഷിക്കും. ഈ ഒരു ധാരണ അവർക്കുണ്ട്. അതാണ് അതിന്റെ കാര്യം. നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തിൽ വെച്ച് സ്വന്തം ശരീരത്തെ വിചാരണ നടത്താത്തവൻ. അപ്പൊ ഇവരൊക്കെ ശരീരത്തെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീരെ വിചാരണ നടത്താതെ ജീവിച്ചു പോകുന്നൊരു മനുഷ്യൻ ഹിസാബി മഹ്ശറിൽ ചെല്ലുമ്പോ
അള്ളാന്റെ മുന്നിൽ നിൽക്കണം വിചാരണയ്ക്ക് വേണ്ടി. അത് നീണ്ടുകൊണ്ടുപോകും, വളരെ ദീർഘമാവും. ദീർഘമാവാതിരിക്കണമെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് ശരീരത്തെ വിചാരണ നടത്തേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. അള്ളാഹു തആല ആ ലുത്ഫ് വല്ലാത്തൊരു സാധനമാണത്. ആ ലുത്ഫ് നമ്മൾ അള്ളാഹുവോട് ചോദിക്കുകയാണ്. വഖദ് കാന അബ്ദുർറഹ്മാൻ ബിൻ ഹുർമുസ് അൽ-അഅ്റജ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, എന്താ പറയുന്നറിയുമോ? ഫത്തിഷു അംഫുസക്കും ഫീമാ ഹിയ അലൈഹി മിനൽ ഖബായിഹി. വടക്കായ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ശരീരം നിൽക്കുന്നത് പരിശോധിക്കണം. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പരിശോധിക്ക്. ഏതൊരു വടക്കായ കാര്യത്തിലാണ് ഇപ്പൊ ശരീരം ഉള്ളത് എന്ന്. എന്താ കാരണം? എല്ലാ ഓരോ മനുഷ്യനെയും നാളെ പാരത്രിക ലോകത്ത് അവന്റെ ജിൻസോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും. അവൻ തെറ്റുകാരനാണെങ്കിൽ ഓലെ കൂടെ. അപ്പൊ മറ്റു ഒരു തെറ്റല്ല, മറ്റു തെറ്റുകുറ്റങ്ങളിൽ സംഭവിച്ച ഒരുത്തൻ ഫലഹു, അപ്പൊ അവനുണ്ട് മഅകുല്ലി ഖൗമിൻ, എല്ലാ കൗമിനോടുകൂടെ ഹശ്റുൻ, ഒരുമിച്ച് കൂടലുണ്ട്. ഇപ്പൊ കള്ളുടിച്ചോ എന്നാ കള്ളുടെമാരെ കൂടെ, വ്യഭിചരിച്ചോ ഓല കൂടെ, മോട്ടിച്ചോ ഓല കൂടെ, ഗീബത്ത് പറഞ്ഞോ എന്നാ അവരെ കൂടെ, നമീമത്ത് പറഞ്ഞോ അവരെ കൂടെ, കളവ് പറഞ്ഞോ അവരെ കൂടെ. ഇങ്ങനെല്ലാം ചെയ്തവനാണെങ്കിൽ ഇതൊക്കെ ചെയ്ത ആൾക്കാരെ കൂടെ അവന് ഒരുമിച്ച് കൂട്ടും എന്നതിനർത്ഥം. അതും പരിശോധിക്കാം. ബഹുമാനപ്പെട്ടതായ അബ്ദുറഹ്മാൻ തങ്ങള് ആയിരുന്നു അധികവും നഫ്സഹു, തന്റെ സ്വന്തം ശരീരത്തെ ശിക്ഷിക്കുമായിരുന്നു. അതിനെ എരപ്പാക്കും വഷളാക്കുകയും ചെയ്യുമായിരുന്നു. ഓന്റെ ശരീരമേ, എന്താ നിന്റെ അവസ്ഥ? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടൊരു കുതിര കളിക്കുകയാണില്ലേ? നിനക്ക് യാതൊരു ബോധമില്ല ശരീരമേ എന്ന് സ്വന്തം ശരീരത്തെ ശിക്ഷിക്കുകയും കുറ്റപ്പെടുത്തുകയും വിഷയാക്കുന്ന പണിയായിരുന്നു. സ്വന്തം ശരീരത്തിനോട് പറയുന്നു, ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നൽ മുനാദി യുനാദി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, യാ അഖില ഖതീഅകദ, ഇന്ന തെറ്റ് ചെയ്തവരെ അഥവാ വ്യഭിചരിച്ചവരെ, ഖൂമു, നിങ്ങൾ നിൽക്കുക. മാഷറിന് വിളിച്ചു പറയണം. അപ്പൊ തഖൂമു യാ അഅ്റജു മഅഹും, അഅ്റജേ, ആ തെറ്റുകാരെ കൂടെ നീ നിൽക്കും. ഇതൊരു തെറ്റ്. യുനാദി, വീണ്ടും അതാ വിളിച്ചു പറയുന്ന രണ്ടാമത്, യാ അഖില ഖതീഅതി കദാ, കള്ള് കുടിച്ചവരെ എന്ന് വിളിക്കും. അപ്പൊ ഖൂമു, നിങ്ങൾ എണീക്കുക എന്ന് പറയുമ്പോ ഓലെണീക്കും. അപ്പോ അഅ്റജേ, സ്വന്തം ശരീരത്തോട് പറയാണ്, കുടിയന്മാരോട് കൂടെ നീ എണീറ്റ് നിൽക്കേണ്ടി വരും. മൂന്നാമതായി വിളിച്ച് ചോദിക്കും, എന്ത്? മോട്ടിച്ചവനെ എന്ന് വിളിക്കും. അങ്ങനെ പല തെറ്റുണ്ടാവും. അങ്ങനെ വിളിക്കുമ്പോൾ അവിടെ എണീക്കാൻ പറയും, ഖൂമു, നിങ്ങൾ എണീക്കും. അപ്പൊ അഅ്റജേ, ആ തെറ്റുകാരോട് കൂടെ നീ എണീക്കും. അപ്പൊ എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റൊക്കെ ചെയ്ത ആൾക്കാരെ കൂടെ നീ കൂടേണ്ടി വരും. അത് വല്ലാത്തൊരു വസത്തരം. അതുകൊണ്ട് നിന്നെ പറ്റി ഞാൻ കാണുന്നു, തഖൂമു, നീ നിൽക്കും, മഅകുല്ലി ത്വായിഫത്തിൻ, ഇവിടെ വിളിച്ചതായിരിക്കുന്ന എല്ലാ വിഭാഗത്തോടുകൂടെ നീ എണീറ്റ് നിൽക്കേണ്ടി വരും. ഇത് ഞാൻ കാണുകയാണ് അഅ്റജേ, നീ ശ്രദ്ധിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്വന്തം ശരീരത്തെ ഒതുക്കുകയാണ്, നിയന്ത്രിക്കുകയാണ് മഹാൻ ചെയ്തത്. കാരണം ശരീരമാവുന്ന കുതിരയെ കടിഞ്ഞാണ് വിട്ട് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതാ ഇവരൊക്കെ ചെയ്തത്. വഖദ് കാന സയ്യിദി അലിയുൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുന്നു, ലാ യകുമുൽ ഫഖീർ, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആശ വെച്ച് ജീവിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹം ഒരു പരിപൂർണനായി തീരൂല. അത്താ യകൂന ലൈലൻ വനഹാറ, രാവിലും പകലും അദ്ദേഹം ആകുന്നത് വരെ. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുക്ക ആരാധന ആവണം. അങ്ങനെ ആകുന്നത് വരെ ഒരാൾക്ക് പരിപൂർണത്തിൽ എത്താൻ കഴിയില്ല. ഏതുപോലെ അവനാവേണ്ടത് ഖിയാമത്തി, അന്ത്യനാളിന്റെ ഭീകരാന്തരീക്ഷങ്ങൾ, ഭീകരാവസ്ഥകൾ, നുസിബ ഐനൈഹി, അവന്റെ രണ്ട് കണ്ണിന്റെ മുന്നിൽ നാട്ടപ്പെട്ടിരിക്കുകയാണ്.
അതുപോലെ ആയിരിക്കണം രാവിലും പകലും ഇവൻ. അതെന്തിന് ഇങ്ങനെ ആവണമെന്ന് പറയുന്നത്? ഈ പാരത്രിക ലോകത്തിലേക്ക്, ഈ ഐഹിക ലോകത്തു നിന്ന് അഥവാ ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് പാരത്രിക ലോകത്തേക്കുള്ള ഒരിക്കൽ തയ്യാറാവണമെങ്കിൽ ഇപ്പതാ ഖിയാമത്ത് നാൾ മുന്നിൽ നിൽക്കുകയാണ്. ഇത് രക്ഷപ്പെടാൻ മാർഗമില്ല. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പേടി വരും. ഇതായിരിക്കണം. ഇങ്ങനെയാണ് മഹാന്റെ പോക്ക്. ബഹുമാനപ്പെട്ടവർ അധികവും പറയും. ആരാണ് ഈ ബഹുമാനപ്പെട്ടവർ? സയ്യിദ് അലിൽ ഖവ്വാസ് എന്നവർ മഹാൻ പറയുന്നു, മൻ അറാദ അദ് അസ്സിർ ഫിൽ ഖബർ, ഖബറിലിട്ടുകൊണ്ട് അവരുടെ രഹസ്യം. ആ രഹസ്യം എന്താണെന്നറിയാമോ? പൊളിച്ച് നടത്താതെ നല്ലതായി കിട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പിന്നെ അന്ത്യനാളിൽ ആ കട്ടില് കാരണമായി കൊണ്ട് അവൻ വഷളയാകും. അങ്ങനെ വഷളയാകുന്ന ഒരു കട്ടില് ദുനിയാവിൽ അവൻ ആക്കാതിരിക്കലാണ് നല്ലത്. ദാമലഹു ശരീരത്തും മോശമായ ഒരു കട്ടില്, ആ കട്ടിൽ അവനുള്ള കാലത്തോളം അത് അപകടമാണ്. അപ്പൊ സുഖമായിട്ട് ആഖിറത്തിൽ പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ പേടി മിൻ ലാസിമിഹി, അതിനെ നിർബന്ധമാക്കിയെന്നുള്ള പേടി എന്താണെന്നറിയോ? ഇലാ അൻ യുബ്അസ മിൻ ഖബരിഹി മർഹൂബാ, ഖബറിൽ നിന്ന് അവനെ യാത്രയാക്കപ്പെടും, പേടിക്കപ്പെടുന്നവനായിട്ട് യാത്രയാക്കപ്പെടുന്നവരെ അത് നിർബന്ധമായിക്കൊണ്ട് അവനെ പേടിക്കാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. ഇവിടെ സുഖമായി ജീവിച്ചില്ലേ, അപ്പൊ അവിടെ പേടി വേണം, അതുണ്ടാവും. വലിതാലിക്ക് അതുകൊണ്ടല്ലേ കാന ലുക്മാനു അലൈഹിസ്സലാം യഖൂലു ലിബ്നിഹി, ലുക്മാൻ എന്നവർ തന്റെ മകനോട് പറയുണ്ടായി, യാ ബുനയ്യ, എന്റെ മോനെ, കമാ തനാമു കദാലിക തമൂതു, നീ എങ്ങനെയാണോ ഉറങ്ങിയത് അതുപോലെ ആയിരിക്കും നീ മരിക്കുക. നീ സുഖമായി നിദ്രയിലായി ഇവിടെ ആണ്ടുകൊണ്ട് ഉറങ്ങിയോ അതുപോലെ മരിക്കും. കമാ തസ്തയ്ഖിളു കദാലിക തുബഅസു, നീ എങ്ങനെയാണോ ഇവിടെ ഉണർന്ന് പ്രവർത്തിച്ചത് അതുപോലെയായിരിക്കും നിന്നെ യാത്രയാക്കപ്പെടുക. ഓർത്തോ, മോശമായ രീതിയിലാണെങ്കിൽ മോശമായി മരിക്കും, അതുപോലെ യാത്രയാക്കപ്പെടും. നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ യാത്രയാക്കപ്പെടും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അമലൻ സ്വാലിഹ, സൽക്കർമ്മങ്ങൾ നീ പ്രവർത്തിച്ചോ. ലി അജലി അൻ തനാമ, നീ എന്താവാൻ ഉറങ്ങാൻ വേണ്ടി. അപ്പൊ ഖബറിൽ പോയി സുഖമായി ഉറങ്ങണോ, എന്നാ ഇവിടെ നല്ലോണം പ്രയാസപ്പെട്ട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഓ തസ്തൈഖള കൽ അറൂസ്, ഉറങ്ങിക്കിടക്കുന്ന പുതിയാപ്പളന്ന് ഉണരും. ആ മണവാൾ ഉണരുന്നത് പോലെ നിനക്കൊന്ന് ഉണരണോ എങ്കിൽ ഇവിടെ നല്ല അമൽ ചെയ്തുകൊണ്ടിരുന്നോ. അല്ല ഒരാത്തായമൽ വടക്കാതെ നീ ചെയ്യല്ലേ. അങ്ങനെ വരുമ്പോൾ പതനം, നീ ഉറങ്ങും. തസ്തൈഖളു, നീ ഉണരും. മർഊബൻ, പലരും പേടിയുള്ളവരായിട്ടുണ്ട്. അപ്പൊ ഖബറിൽ പോയി കിടക്കും, ഉറങ്ങിക്കിടക്കും. അന്ത്യനാളാകുമ്പോ ഉണരും. ഉണർമ്പോ വലിയ പേടിയിലായിരിക്കും. ആരെപ്പോലെ? കൽ മുജ്രിമില്ലദി ത്വലബഹു സുൽത്താനു ലിയസ്ലിക ദമഹു, ഒരു അക്രമി, അക്രമിയെ ഒരു ഭരണാധിപൻ തേടുന്നു, അവന്റെ രക്തം ഇവിടെ ഒഴിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ഭരണാധിപൻ തേടുന്ന ഒരു മുജ്രിമിനെ പോലെ ആയിരിക്കും. അയാൾക്ക് ഉറക്ക് വരൂല, ഉറങ്ങിയാൽ തന്നെ ഉണർന്ന പേടി. ഇതുപോലെ ആയിരിക്കും നാളെ ഖബറിൽ തെറ്റ് ചെയ്ത് കിടന്നുറങ്ങിയാൽ ഉണരുമ്പോൾ പേടിയുണ്ടാകും. അപ്പോ ഉറങ്ങുമ്പോൾ നല്ല രീതിയിലായിരിക്കണം ഉറങ്ങേണ്ടത്. എന്നാ പേടിക്കണ്ട, എന്നാ നല്ല നിലക്ക് ഉണരാം എന്ന മഹാൻ പറഞ്ഞു. ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹു തആല, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള മഹാൻ ഉവൈസുൽ ഖർനി. വളരെ ഭംഗിയായി ഉവൈസുൽ ഖർനിയെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മയെ നോക്കുക എന്ന ഒറ്റക്കാരനെ കൊണ്ട് സ്വഹാബിയാവാൻ കഴിഞ്ഞിട്ടില്ല. ആ ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇസ്തഅമിൽ ഖൗഫ ബിഹാദിഹി ദാർ, ഇതാ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഭയത്തെ നീ ഉപയോഗപ്പെടുത്തുക, പേടി വേണം. ഫൈനഹു അൻജാലക മിനൽ അദാബ്, അതാണ് ശിക്ഷയെ തൊട്ട് നിന്നെ രക്ഷപ്പെടുത്തുക. പേടി വേണം. പേടില്ലെങ്കിലോ ഒക്കെ തകിടം പറയും.
അപ്പൊ അള്ളാഹിനെ കുറിച്ച് പേടി വേണം, എന്നെങ്ങനെ രക്ഷ കിട്ടുള്ളൂ. അള്ളാഹിനെ കുറിച്ച് പേടിയില്ലേ രക്ഷയില്ല. وكان سيدي علي الخواص رحمه الله تعالى يقول മഹാൻ പറയുന്നു ഇഅ്മൽ ലിനഫ്സിക വലാ തഊലു അലാ ഗൈരിക മിൻ സാഹിബി മശൈഖ. നിന്റെ നഫ്സിന്റെ ഗുണത്തും ആ ഗുണത്തിനു വേണ്ടി നീ അമൽ ചെയ്തളാ. നീ മറ്റൊരാളുടെ മേലിലോ ആ മറ്റൊരാൾ നമ്മുടെ കൂട്ടുകാരനാവാം ഷെയ്ഖാവാം അത്തരം ആളുടെ മേൽ നീ ചാരാൻ നിൽക്കണ്ട. നീ സ്വന്തം നിന്റെ കർമ്മത്തിനും നിന്റെ ശരീരത്തിന്റെ ഗുണത്തിനു വേണ്ടി അമൽ ചെയ്യേ. മറ്റുള്ളവരുടെ മേൽ ചാരി അത് ഒരു ഗുണം നമുക്ക് കിട്ടൂല. കാരണം എന്താ? അന്ത്യനാളിൽ ഈ പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് മറ്റുള്ളവരെ തൊട്ട് ഇയാളെ ആവശ്യത്തീർക്കും വിധം പ്രശ്നം ഇയാൾക്ക് തന്നെ ഉണ്ട്. മറ്റുള്ള കാര്യം ശ്രദ്ധിക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് താന്റെ നഫ്സിന്റെ ഗുണത്തിന് വേണ്ടി അമൽ ചെയ്തു എന്നാണ്. വസിഫ് അഅ്മാലക, നിന്റെ കർമ്മങ്ങൾ നീ തെളിച്ചു വെച്ചവ. മിനർ റഊനാത്തി, മോശമായ അഴുക്കളെ തൊട്ടൊക്കെ തെളിച്ച് ശുദ്ധമാക്കി വെച്ചവ. കാരണം എന്താവ? ഇന്ന നൂറഹാ യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ഈ പുണ്യകർമ്മങ്ങളുടെ പ്രഭ അലാ ഖദ്രി ഇഖ്ലാസിക ഫീഹ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ ആ കർമ്മത്തിൽ നിനക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ അതനുസരിച്ച് ആ പ്രഭ തിളങ്ങുക, അല്ലെങ്കിൽ മങ്ങിക്കൊണ്ടിരിക്കും. സ്വയം നീ അറിയണേ, മുനാഫിക്കിന് പ്രഭ കിട്ടൂല. ഫീനൂരി മുഅ്മിനിൻ, മുഅ്മിന്റെ പ്രഭയിൽ മുനാഫിക്കിന് വെളിച്ചം ലഭിക്കൂല. ഏതുപോലെ കമാലാ യസ്തവീഉൽ അഅ്മ ബിനൂരിൽ ബസീർ, നല്ല കാഴ്ചയുള്ള ഒരാള് അയാളുടെ പ്രഭ കൊണ്ട് അന്ധനായ ഒരാൾക്ക് വല്ല വെളിച്ചം കിട്ടോ? ഇല്ല. എന്നതുപോലെയായിരിക്കും കപടന് വെളിച്ചം കിട്ടാത്ത പോലെ ആയിരിക്കും ഇവൻ. അപ്പൊ മുഅ്മിനാണോ നല്ല പ്രഭ ലഭിക്കണം, അള്ളാഹനെ ഓർക്കണം. ഇതൊക്കെ ഓർത്ത് പേടിച്ച് ജീവിച്ചാൽ ഉപകാരം കിട്ടും. ഇനി നമുക്ക് അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ